IBA, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം ആശിഷ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്നു. സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള പ്രമുഖരോടൊപ്പം 2000-ൽ കവിഞ്ഞ ആളുകൾ പങ്കെടുത്തു. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഘടനയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയെ ശക്തിപ്പെടുത്താനും ഒരു സംഘടിത ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുവാനും എൻ്റെ മുൻഗാമികൾക്ക് ഇല്ലാതെ പോയ ദീർഘവീക്ഷണവും ആത്മാർത്ഥതയും നിസ്വാർത്ഥതയും വിശ്വസ്തതയും കൈമുതലായുള്ള ശ്രീ സാബു വർഗീസ് എന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിത ദൗത്യമായി കണ്ട് ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയിൽ ഈ നിലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് IBA എന്ന ഈ പ്രസ്ഥാനം പിറവി കൊള്ളുകയും ചെയ്തു. നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ എല്ലാ വ്യവസായ ഇൻവെസ്റ്റ്മെന്റുകൾക്കും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെയും പേരിൽ IBAയുടെ പേരിൽ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങളൊരു പുതിയ സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള, നീണ്ട പേര് IBA പറഞ്ഞത്. നിങ്ങളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒത്തിരിയേറെ പരിപാടികളുള്ള ദിവസമാണ്. ഉച്ചയ്ക്ക് മുമ്പ് ഒരു പരിപാടി കൂടി എൻ്റെ സ്ത്രീകളോടൊപ്പം പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് അത് കഴിയില്ല. സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എല്ലാ വ്യവസായ സംരംഭങ്ങളും എളുപ്പത്തിൽ ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് നിയമങ്ങളെല്ലാം പരമാവധി സിംപ്ലിഫിക്കേറ്റ് ചെയ്യുക. എന്നാൽ നിയമവിധേയമായിരിക്കണം. റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ്, റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് സർക്കാർ ഒപ്പുണ്ടാവില്ല. എന്നാൽ ഞങ്ങൾ കണ്ടൊരു ഭാഗം തുടക്കത്തിൽ നിയമത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്, പണ്ടേ നിൽക്കുന്നതാണ്. ചട്ടത്തിൽ പ്രശ്നങ്ങളുണ്ട്. അത് പുരാൻ വന്നാൽ ആ വന്നാളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം. എന്നാൽ ആ പ്രശ്നം അഭിമുഖീകരിക്കുന്ന എല്ലാവരുടെയും പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ പ്രശ്നമായിട്ട് വരുമ്പോൾ അത് പൊതുപ്രശ്നമാണെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കും. ആ പ്രശ്നം അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും ആശ്വാസിപ്പിക്കാവുന്ന പൊതുവായ മാറ്റം നിയമത്തിന് ചട്ടത്തിൽ വരുന്നു. അതിന് ഞങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ചകളൊക്കെ നടത്തി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നം പ്രധാനമായിട്ട് NST കേന്ദ്രമില്ല, തദ്ദേശ സ്ഥാപനം. ഇപ്പോൾ വിപ്ലവകരമായ ഒരു മാറ്റം അവർ വന്നത് K-Smart പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഉൽപ്പന്നമാണ്. ഇവിടെ നമ്മൾ ആ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ ലാൻഡ് എവിടെ കിടക്കുന്നത് അറിയുന്നത്, കമേഴ്സിലാണോ, ഇൻഡസ്ട്രിയിലാണോ, റെസിഡൻസിലാണോ, ഇവിടെ എത്ര നിലയുള്ള കെട്ടിടം പണിയാം, അത് ആപ്പ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പൊ ചിലര് നിയമ വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചിട്ട് അനുമതി വാങ്ങി, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ നിയമവിധേയമായിട്ട് അനുമതി വാങ്ങി. രണ്ടുണ്ടോ? അയാളെ പോയി അടുത്താളുള്ളപ്പോൾ പുതിയ ചട്ടമായി ഈ കൊടുത്ത അനുമതി വരുമ്പോൾ സ്റ്റോപ്പം പോകും. ഇതാ പ്രശ്നം. നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ഏതിക്കുള്ളൂ, ഏത് കാറ്റഗറിക്കുള്ളൂ, എത്ര കെട്ടിടം കൂടെ പണിയാം, എത്ര ദൂരം കൊടുക്കണം, ഇത് അതിൽ തന്നെ അറിയാൻ പറ്റും.
അപ്പോൾ നിയമവിധേയമായി നടത്തുന്നതിനെല്ലാം ഈ ആപ്പ് വളരെ സൗകര്യപ്രദമാണ്. പിന്നെ ലൈസൻസ് നമ്പറിൽ എല്ലാം മൊബൈൽ ആപ്പ് വഴി കഴിയുന്നു. അതാണ് ഇപ്പോൾ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള സ്മാർട്ട് എന്നുള്ള LSTയുടെ ആപ്ലിക്കേഷൻ. അതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മിക്കവാറും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കുറച്ച് എളുപ്പമാണ്, യൂസർ ഫ്രണ്ട്ലിയാണ്. എന്നാൽ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും പഴയ രേഖകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്താലാണ് അന്നത്തെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലൈസൻസുകളെല്ലാം അറിയാൻ കഴിയും. അത് വേറെ കുറെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എല്ലാ സന്ദർഭങ്ങൾക്കും സ്വിഫ്റ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. 3 മിനിറ്റിനുള്ളിൽ തന്നെ ലൈസൻസ് കിട്ടും. 3 വർഷത്തേക്ക് ഈ ആക്ടിനോളജി വരുന്നുണ്ട്. തൊട്ട കാര്യമുള്ളൂ, അപൂർവജനം ദുരുപയോഗപ്പെടുന്നത്. അവർ കൊടുക്കുന്ന രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോ ഇൻട്രസ്റ്റ് നടത്താൻ പറ്റാത്ത ഒരു ലാൻഡ് അങ്ങനെ അല്ലാതെ കാണിച്ചിട്ട് ഇത് വാങ്ങിയാൽ 3 വർഷം കഴിഞ്ഞ് ലൈസൻസ് കിട്ടുന്ന വർഷം. അപ്പൊ പിന്നെ എനിക്ക് ലൈസൻസ് അന്ന് കിട്ടിയതാണല്ലോ ഇപ്പൊ തരാമെന്ന് ചോദിച്ചാൽ നമ്മൾ അപകടത്തിലായി പോയി. അതുകൂടി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നിയമവിധേയമായി കാര്യങ്ങൾ എത്തിക്കുന്നതിന് നിങ്ങളുടെ ഈ സംഘടന സഹായകരമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച് നന്ദി രേഖപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും നന്ദി.